അസമിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം ഇന്ന് സമാപിക്കുകയാണ്. ഭരണം നിലനിർത്താനായി ബിജെപിയും തിരിച്ചുപിടിക്കാൻ കോൺഗ്രസും കനത്ത പോരാട്ടമാണ് സംസ്ഥാനത്ത് നടത്തുന്നത്. മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയെ കടന്നാക്രമിച്ചുകൊണ്ടാണ് സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ പ്രചാരണം. അതേസമയം കോൺഗ്രസ് ഇനി ഒരിക്കലും തിരിച്ചുവരില്ല എന്നാണ് ഹിമന്ത ബിശ്വ ശർമ്മയുടെ പ്രഖ്യാപനം. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ് ഇപ്പോൾ. ജിഷ്ണു, അസമിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണത്തിന് ഇന്ന് സമാപനമാവുകയാണ്. ഒട്ടേറെ വിവാദങ്ങളുള്ള ഒരു പ്രചാരണ ദിവസങ്ങളാണ് അവിടെയും കടന്നുപോയത്. മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയെ കടന്നാക്രമിച്ചുകൊണ്ട് സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ പ്രചാരണം നടക്കുന്നു. ഹിമന്ത ബിശ്വ ശർമ്മയുടെ ഒരു പ്രഖ്യാപനം ഉണ്ടായല്ലോ, അതൊക്കെ ഏത് വിധത്തിലാണ്? അസമിലെ 126 മണ്ഡലങ്ങളിലും ഒറ്റഘട്ടമായി കേരളത്തിനൊപ്പം തന്നെ മറ്റന്നാളാണ് അസമിലെ മുഴുവൻ മണ്ഡലങ്ങളും പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. ചൂണ്ടിക്കാട്ടിയതുപോലെ വളരെ വിവാദപരമായിട്ടുള്ള പ്രഖ്യാപനങ്ങളും അല്ലെങ്കിൽ വാദപ്രതിവാദങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായിരുന്നു ഇത്തവണ അസം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം എന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. കാരണം അവിടെ കഴിഞ്ഞ 10 വർഷമായി അധികാരത്തിലുള്ള BJP സഖ്യം ഇത്തവണ ഭരണം നിലനിർത്തുന്നതിനായി അതിശക്തമായ പോരാട്ടം നടത്തുമ്പോൾ കോൺഗ്രസിന് ഇത് അസം രാഷ്ട്രീയത്തെ സംബന്ധിച്ചൊരു തിരിച്ചു വരാൻ സാധിക്കും. അവരുടെ നിലനിൽപ്പിനെ സംബന്ധിച്ചുള്ള പോരാട്ടമാണ് ഇപ്പോൾ അസമിൽ നടക്കുന്നത്. അതുകൊണ്ട് അതിശക്തമായിട്ടുള്ള പ്രചാരണങ്ങൾ ഏതു വിധേനയും തിരിച്ചു വരാനായി പ്രാദേശിക കക്ഷികളെ കൂടെ നിർത്തിക്കൊണ്ടും BJPക്കെതിരെ അതിശക്തമായ പോരാട്ടം നടത്തിക്കൊണ്ടും പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയെ കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ടായിരുന്നു കോൺഗ്രസിന്റെ പ്രചാരണം. കാരണം അസമിൽ BJP സഖ്യത്തെ സംബന്ധിച്ച് BJP സഖ്യത്തിന് അവിടെ അടിത്തറ പാകിയതും അവിടെ ഭരണത്തിലേക്ക് എത്താൻ വഴിവെച്ചതും ഹിമന്ത ബിശ്വ ശർമ്മ എന്ന നേതാവ്, മുമ്പ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു അദ്ദേഹം, BJPയിലേക്ക് എത്തുകയും പിന്നീട് BJPക്ക് അവിടെ വലിയ കളമൊരുങ്ങുന്നതിന് ഹിമന്ത വലിയ രീതിയിലുള്ള പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വളരെ കൃത്യമായി മുഖ്യമന്ത്രിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടും രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരനായ മുഖ്യമന്ത്രിയാണ് ഹിമന്ത ബിശ്വ ശർമ്മ എന്ന പ്രചാരണം നടത്തിക്കൊണ്ടായിരുന്നു കോൺഗ്രസ് ഏതെങ്കിലും തരത്തിൽ തിരിച്ചു വരാനുള്ള പരിശ്രമങ്ങൾ കഴിഞ്ഞ ഈ പരസ്യ പ്രചരണത്തിന്റെ ദിവസങ്ങളിലെല്ലാം നടത്തിയത്. ഇന്ന് അവിടെ പരസ്യ പ്രചരണം അവസാനിക്കുമ്പോഴും മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെയാണ് കോൺഗ്രസ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. എന്നാൽ ഹിമന്ത ബിശ്വ ശർമ്മയാകട്ടെ വളരെ കോൺഫിഡൻസോടുകൂടി 90 മുതൽ 100 വരെ സീറ്റുകൾ നേടിക്കൊണ്ട് സംസ്ഥാനത്ത് അധികാരം നിലനിർത്തുമെന്നും ഇനി ഒരിക്കലും അസമിന്റെ ജനത കോൺഗ്രസിനെ തെരഞ്ഞെടുക്കില്ല എന്ന പ്രഖ്യാപനവുമാണ് ഇന്നലെ വൈകിട്ടും പരസ്യപ്രചരണത്തിന്റെ വേളയിൽ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അസം ഇത്തവണ ഏത് രീതിയിൽ ചിന്തിക്കും അല്ലെങ്കിൽ അസം ജനത ആർക്കൊപ്പം നിൽക്കും എന്നുള്ളത് ദേശീയ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് പോലും ഏറെ പ്രാധാന്യമുള്ളതായിരിക്കും. അത്രയധികം ദേശീയ രാഷ്ട്രീയവും ഏറെ പ്രാധാന്യത്തോടു കൂടിയാണ് അസം നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്. ഇന്ന് പരസ്യപ്രചരണം അവസാനിക്കും. നാളെ നിശബ്ദ പ്രചരണത്തിന്റെ സമയമാണ്. മറ്റന്നാളാണ് സംസ്ഥാനത്തെ 126 മണ്ഡലങ്ങളും പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. തെരഞ്ഞെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. പ്രശ്നബാധിത ബൂത്തുകളിൽ കേന്ദ്രസേനയെ വിന്യസിക്കുകയും CCTV നിരീക്ഷണവും ഉൾപ്പെടെ പ്രത്യേകം ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്ന കാര്യവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. അസമിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണത്തിന് ഇന്ന് സമാപനമാവുകയാണ്.